ഹലോ സുന്ദരികളെ സുന്ദരന്മാരെ, ഞാൻ ഇന്നെത്തിയത് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളിൽ ചിലതിന് ഉത്തരം പറയാനാണ്. വേറൊന്നുമല്ല, എൻ്റെ അറിവ് പരിമിതമാണ്. ഞാൻ ഞാൻ പലതും റെഫർ ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പം എല്ലാവരും എന്തിൻ്റെ പുറകിലാണ് നടക്കുന്നത്? നല്ലതായിട്ട് സ്കിന്ന് വെളുക്കണം, പാടുകളെല്ലാം മാറണം, നന്നായിട്ട് ഗ്ലോ ചെയ്യണം. ഇതൊക്കെയല്ലേ എല്ലാവരുടെയും ആഗ്രഹം. കുറച്ച് ചെറുപ്പമായിട്ട് തോന്നണം. അപ്പോൾ അതിന് പുറകെ നടക്കുന്ന ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പല വെൽനെസ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കച്ചവടക്കാർ നടത്തുന്ന ചില ടാബ്ലറ്റുകൾ, പൗഡർ, അതൊക്കെ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് അവരുടെ വെളുക്കുക. അതായത് ഗ്ലൂട്ടോത്തയോണിൻ്റെ ടാബ്ലറ്റ് വെള്ളത്തിലിടുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്ന സിറപ്പ് വരുന്നതും, അല്ലാതെ ടാബ്ലറ്റായിട്ട് കഴിക്കുന്നത് ആ രീതിയിലോ, അല്ലെ പൗഡർ കലക്കി കഴിക്കുന്ന കൊളാജിൻ പൗഡർ, ഈ വക സാധനങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ ഫേസ്ബുക്ക് പോലുള്ള സാധനം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരസ്യങ്ങൾ ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കുക. നമ്മളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് പരസ്യങ്ങൾ വരും. പലരും അത് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇന്നത്തെ കാലത്ത്. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങുകാർ നടത്തുന്നുണ്ട് കുറേ കച്ചവടം. അധികം അവരതിനെപ്പറ്റി എത്രത്തോളം പഠിച്ചിട്ടാണ് അത് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുമാത്രമല്ല, അതൊക്കെ കഴിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ ശരീരത്തിന് ഓവർ ഡോസ് ആകുന്നുണ്ടോ എന്നുള്ളതാണ്. പലരും ഇപ്പോൾ ഗ്ലൂട്ടോത്തയോണിൻ്റെ കൂടെ കൊളാജിനും കൂടെ എടുക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ അകത്തിരിക്കുന്ന ഉപയോഗിക്കുന്ന കെമിക്കൽസിൻ്റെ കണ്ടൻസ് എത്രത്തോളമുണ്ട്, എത്രത്തോളം അത് ഇരട്ടിയാകുന്നുണ്ടോ, നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതിന് നമ്മൾ ഉപയോഗിക്കേണ്ട അളവിനേക്കാൾ കൂടുതലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നറിയണം. അതുപോലെ നമുക്ക് ഡോക്ടേഴ്സും ചില മരുന്നുകൾ തരും. അതിൻ്റെ അകത്തും ചിലപ്പം ഇതിലടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും കാണും. പല വൈറ്റമിൻസ് അതിൻ്റെ അകത്ത് കാണും, ഇതിലും കുറേ വൈറ്റമിൻസ് കാണും. അപ്പോൾ വൈറ്റമിൻസ് ഓവറായിപ്പം നമുക്ക് ഡോക്ടർമാർ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് പലർക്കും ശ്രദ്ധിക്കുന്നില്ല. അതിന് പകരം മാർക്കറ്റിംഗുകാർ പറയുന്ന അനുസരിച്ച് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അത് പലതും വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്ന ഒരു രീതിയുണ്ടല്ലോ. ഒരുപാട് പേര് നമ്മൾ ഒരു വെളുക്കാനുള്ള ക്രീം പുരട്ടിയിട്ട് കിഡ്നി പോയെന്നും ഒക്കെ കേൾക്കുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അവയർനെസ്സുമായിട്ട് വന്നേക്കുന്നത്. ഗ്ലൂട്ടോത്തയോൺ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിവറിലുള്ള നാച്ചുറലായിട്ട് നമ്മുടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഗ്ലൂട്ടോത്തയോൺ. അപ്പോൾ ലിവർ പ്രോബ്ലംസ് ഉള്ളവർക്ക് അത് ശരിക്ക് ലിവർ അരിച്ച് അറിയാമല്ലോ, ഒരു അരിപ്പ പോലെ നമ്മുടെ ശരീരത്ത് വർക്ക് ചെയ്യുന്നതാണ് ലിവർ. അപ്പോൾ ആ ലിവറിന് പ്രോബ്ലംസ് വരുമ്പോൾ അതിന് ട്രീറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർമാർ കൊടുത്ത ഒരു സംഗതിയാണ് ഗ്ലൂട്ടോത്തയോൺ. അത് കൊടുത്തപ്പോൾ ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് വരുന്ന പാച്ചസ്, ഈ ഭാഗങ്ങളിലൊക്കെ വരുന്ന കറുത്ത പാടുകൾ, കഴുത്തിലെ പാടുകൾ, ഈ വക കാര്യങ്ങൾ നന്നായിട്ട് മാറുന്നത് ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് ഗ്ലൂട്ടോത്തയോണിനെ പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്തപ്പോൾ ഇത് മെലാനിൻ പ്രൊഡക്ഷൻ പൊതുവെ കുറയ്ക്കുന്നതായിട്ട് കണ്ടു. അതാണ് ഭാവിയിൽ ഗ്ലൂട്ടോത്തയോൺ ഇതിലേക്ക് സൗന്ദര്യ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ കളർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാനുള്ള കാരണം. ഇത് ശരിക്ക് ഇന്ത്യയിൽ അലൗഡ് ആവണോ? ChatGPT നിങ്ങൾ ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇന്ത്യൻ കോസ്മെറ്റിക് വൈറ്റനിങ് പർപ്പസിലേക്ക് ഒഫീഷ്യലി അപ്രൂവ്ഡ് അല്ല ഈ ട്രീറ്റ്മെൻറ്റ്. ഒഫീഷ്യലി അപ്രൂവ്ഡ് അല്ല എന്ന് കാണാം. എന്നിട്ടും ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഗ്ലൂട്ടോത്തയോൺ നമ്മൾ IV ആയിട്ട് എടുക്കുന്നുണ്ട്, ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നുണ്ട്. അത് രണ്ടും പലർക്കും അലർജി ഉണ്ടാക്കുന്നുണ്ട്. അത് ലോങ് ടേം യൂസിന് പറ്റുന്നതല്ല. അതിപ്പോൾ ബ്യൂട്ടീഷ്യന്മാരെ കൂടെ അവയർനെസ് കൊടുത്തിട്ട് പാർലറിൽ ഒരു ഹെന്ന ചെയ്യാൻ വരുമ്പോഴോ പെഡിക്യൂർ ചെയ്യാൻ വരുമ്പോഴോ അത് ചെയ്യും. ഞാൻ പോയി പഠിച്ചതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതും കൂടെ നിങ്ങൾ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്ന് IV ഇട്ട് തരാം എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ക്ലാസ്സുകളുണ്ട്. പക്ഷെ ഞാൻ അതിനൊരിക്കലും ബില്ലിങ് അല്ല. കാര്യം ബ്യൂട്ടീഷ്യന്മാർക്ക് ചെയ്യേണ്ട സ്കിന്നിലുള്ള കാര്യങ്ങളാണ്. അവർക്ക് ഉള്ളിലേക്ക് കൊടുക്കേണ്ട കാര്യമൊന്നും
അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ട് ചെയ്യേണ്ട IV ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ള ബോധം എനിക്കുണ്ട്. അത് ഡോക്ടർമാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനോട് താല്പര്യമില്ല. പിന്നെ ഗ്ലൂട്ടാതയോൺ അല്ലാത്ത ചെറിയ ഡോസിൽ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. കാര്യം അത് പോകുമെന്നുള്ളത് ശരി തന്നെയാണ്. അത് അളവിൽ പറഞ്ഞിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള അളവിൽ കൂടുതൽ കഴിക്കരുത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഓരോ ഗ്ലൂട്ടാതയോണിൻ്റെ സ്കിന്നിൽ ഉപയോഗിക്കാവുന്ന ക്രീമുകളുണ്ട്. അതിന് യാതൊരു സൈഡ് എഫക്ട്സും ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നല്ല റിസൾട്ടും ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇൻറ്റേർണൽ കഴിക്കുന്നത് നിങ്ങൾ ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ട് ഇല്ലാതെ നിങ്ങൾ ഒരു കാരണത്താലും ഉപയോഗിക്കരുത്. പിന്നെ വെളുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ക്രീമുകളുണ്ട്. അതായത് ഒരു ഡോക്ടർ ഒരു പിഗ്മെൻറ്റേഷൻ ഒരാൾക്ക് മരുന്ന് കൊടുത്തു എന്നിരിക്കട്ടെ, ആ കൊടുത്ത മരുന്ന് അവർക്ക് നല്ല ഒരു ക്രീം നല്ല റിസൾട്ട് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ആൾ ഇത് ഉപയോഗിച്ച് നോക്ക്, ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ ഉപയോഗിച്ച ഒരു പുള്ളിക്കാരത്തി ഇവിടെ വന്നിട്ട് അവർക്ക് നന്നായിട്ട് മാറി. പക്ഷേ ബിന്ദു ചേച്ചി എൻ്റെ മുഖത്ത് പുരട്ടിക്കഴിഞ്ഞപ്പോൾ അത് മുഴുവനും പൊള്ളിയ പാട് പോലെ വന്നു. സെൻസിറ്റീവ് സ്കിന്നിലാണ് അത് പുരട്ടിയത്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ മുഖത്ത് എന്ത് ചെയ്താലും വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് പ്രത്യേകിച്ചും ബ്യൂട്ടീഷ്യന്മാരും വളരെയധികം ശ്രദ്ധിക്കണം. സെൻസിറ്റീവ് സ്കിന്നുള്ളവരും വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം ക്രീമുകളിൽ എന്തൊക്കെയാണ് പ്രധാന വില്ലൻ? നമ്മൾ വെളുക്കാനായിട്ട് തേക്കുന്ന ക്രീമുകളിൽ പലതും മെർക്കുറി അടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ക്രീം എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഇത് കൊണ്ടുപോയി ഓരോന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിനകത്ത് എഴുതിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ സ്കിന്ന് ഭയങ്കര കനം കുറഞ്ഞ ഒരു കണ്ണാടി പോലെ ഒരു വല്ലാത്തൊരു തിളക്കം ഫീൽ ചെയ്യും. അതായത് സ്കിന്നിൻ്റെ കട്ടി കുറഞ്ഞിട്ട് തൊട്ടാൽ പൊട്ടുന്ന പോലെ രീതിയിലേക്ക് കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ ആ സ്കിന്നിൻ്റെ ഘടന മാറും. അതാണ് അതിൻ്റെ മെയിൻ തെളിവ്. ഇതിൻ്റെ അകത്ത് മെർക്കുറി ഇല്ലയെന്നും പറഞ്ഞാൽ ഒരു പരസ്യം ചെയ്യുന്നുണ്ടാവും, എല്ലാം പറയുന്നുണ്ടാവും. അവർ പ്രിൻ്റഡ് നോട്ട്സൊക്കെ അതിൻ്റെ കൂടെ ഒരു പേപ്പറൊക്കെ വെച്ച് തരുമായിരിക്കും. പക്ഷേ ഇങ്ങനെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് തിൻ ചെയ്യുന്ന ഒരു ക്രീമും മുഖത്ത് ഉപയോഗിക്കാതിരിക്കുക. മുഖത്തെന്നല്ല, ബോഡിയിൽ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ സ്കിൻ തിന്നിങ് ചെയ്യുന്നതാണ് മെർക്കുറി. അതുപോലെ ഇതിന് മെർക്കുറിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പല രാജ്യങ്ങളും അത് നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ മെർക്കുറി യൂസ് അടങ്ങിയിട്ടുള്ള ക്രീമുകൾ പല രാജ്യങ്ങളും കളഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റീറോയിഡ് അടങ്ങിയതുണ്ട്. നമ്മൾ കൊളാബെറ്റസോൾ എന്ന് പറയുന്ന ഇത്, പിന്നെ ഹൈഡ്രോക്കിനോൻ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ ഇറങ്ങിയിട്ടുണ്ട് വെളുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത അളവ്, ഒരു 2% ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫാണ്. അതിനേക്കാൾ കൂടുതൽ പല ആൾക്കാരും ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അവർ നിർത്തുമ്പോഴത്തേക്ക് വീണ്ടും പഴയപടി വരും. അപ്പോൾ വീണ്ടും അത് ഉപയോഗിക്കും. ഇങ്ങനെ ചെയ്യുന്നതാണ് അത് കൂടുതലും ദോഷം ചെയ്യുന്നത്. അത് കിഡ്നിയെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പിന്നെ ലോങ് ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് കുരുക്കൾ വരുന്നുണ്ട്, ആക്നെ പോലെ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഈ സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീമുകൾ പുരട്ടുമ്പോൾ അല്ലെങ്കിൽ സ്കിൻ പീൽ ചെയ്തിട്ട് ഇറങ്ങുന്നവർ ആ പുറത്തേക്ക് വെയിലത്തേക്ക് ഇറങ്ങുമ്പം പെട്ടെന്ന് ചുമന്ന് വരും. ഇതാണ് അതിൻ്റെ ഒരു തെളിവ്. ഈ ചുമന്ന് വരുന്ന സ്കിന്ന്, അത് സെൻസിറ്റീവ് സ്കിന്ന്, ഒന്നും പുരട്ടാത്ത ആൾക്കാരുടെ ചുമന്ന് വരുന്നത് സെൻസിറ്റീവ് സ്കിന്നായിട്ടാണ്. പക്ഷേ എന്തെങ്കിലും ക്രീം പുരട്ടിയിട്ട് നേരത്തെ നമുക്കങ്ങനെ ചുമക്കുന്നില്ല. വെളിയിലിറങ്ങിയാൽ അല്ലെ വെയിലത്ത് കൊണ്ട് കഴിഞ്ഞാൽ അങ്ങനെ ചുമക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ചുമന്ന് ചോര പോലെ അങ്ങ് വരിക എന്ന് പറയുകയാണെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള കെമിക്കൽ നമുക്ക് ദോഷം ചെയ്യുന്ന കെമിക്കലാണ്. അത് നമ്മുടെ സ്കിന്നിനെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യണം അങ്ങനെയുള്ളത് ചെയ്യുമ്പം. അല്ലെങ്കിൽ ഇപ്പോൾ സ്കിൻ പീൽ ചെയ്യുകയാണ്, കെമിക്കൽ പീൽ ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അത് കഴിഞ്ഞാൽ സൺസ്ക്രീൻ അല്ലെങ്കിലും മസ്റ്റാണ്. അപ്പോൾ വെളുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ നല്ലതാകാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സൺസ്ക്രീൻ അത് നല്ലത് തിരഞ്ഞെടുക്കുക, നല്ലത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന, ഒരാൾക്ക് പറ്റുന്നത് മറ്റൊരാൾക്ക് പറ്റണമെന്നില്ല. അത് സ്വയം കണ്ടെത്തി നല്ലത് ഉപയോഗിക്കുക. കഴിയുന്നതും 3++ എന്നുള്ളത് ഉപയോഗിക്കുക. അതുപോലെ അൾട്രാ വയലറ്റ് റേസ് അല്ലെങ്കിൽ SPF
എത്രയെന്ന് ഒരുപാട് കൂടിയതിനോട് ഞാൻ യോജിക്കുന്നില്ല. SPF 50, 70 ഒന്നും അല്ല യൂസ് ചെയ്യേണ്ടത്. ഒരു 15 ആയാലും 30 ആണേലും കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ അതിൽ കെമിക്കൽ അത്രയും കുറഞ്ഞിരിക്കും. പക്ഷേ നമ്മൾ കൂടെ ഉപയോഗിക്കേണ്ടി വരും. അതേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രശ്നം. അതിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ടൈം നമ്മുടെ സ്കിന്നിൻ്റെ പവർ അനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ മാത്രം ഇട്ടാൽ പോരായിരിക്കും, ഉച്ചയ്ക്ക് ഇടേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളത് നോക്കണം. അകത്തിരുന്നാലും സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണ് നല്ലത്. രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞാൽ മുഖം കഴുകി നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക. അത് വളരെ നല്ലതാണ്. കാര്യം ട്യൂബ് ലൈറ്റിൻ്റെ ലൈറ്റിൽ നിന്നും നമുക്ക് UV റൈസ് ഉണ്ട്, അകത്തേക്കും UV റൈസ് വരുന്നുണ്ട് പ്രകാശം വരുമ്പോൾ. പിന്നെ സ്ത്രീകൾക്ക് ഗ്യാസിൻ്റെ അടുത്തും മറ്റേ തീയുടെ അടുത്തുമൊക്കെ നിൽക്കുമ്പം അവിടെയും സൺസ്ക്രീൻ വരുന്നുണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെയെങ്കിലും അകത്തിരിക്കുന്നവരാണെങ്കിൽ പോലും, പേസിക്കകത്തൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ പോലും രാവിലെയെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെ സേഫ്റ്റിക്ക് കൂടുതൽ നല്ലത്. പിന്നെ ഉള്ളിലേക്ക് അറിയാമല്ലോ, വെളുക്കാനായിട്ട് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരമാണേലും അധികമായാൽ അമൃതും വിഷമാണ്. നമുക്ക് അതൊക്കെ കഴിക്കുന്നതിനും നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് വളരെ നല്ലതാണ്, സ്കിൻ കളർ വയ്ക്കാൻ, ഗ്ലോ കിട്ടാനൊക്കെ നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കൂടാതെ ഒരു ദിവസം ഒരു 6-7 ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും വയറിന് തന്നെ പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ നമ്മുടെ ബോഡിക്കും അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിമിതി നമ്മൾ വെച്ചിരിക്കണം. അപ്പോൾ ശരി, സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കൂ. അടുത്തതിൽ കാണാം.